ലക്ഷദ്വീപിലെ ഒരു ബോട്ടാണ് ഈ കാണുന്നത്. ലക്ഷദ്വീപ് അവിടുത്തെ ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ നിന്നാണ് ഈ ബോട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ ഭയങ്കര പൈസയാകും എന്നാണ് പറയുന്നത്. 10-80 ലക്ഷം 90 ലക്ഷം രൂപ ഒക്കെ മുകളിൽ പോകും. ഇവിടെയാണെങ്കിൽ അത്ര പറയുന്നത്. ഇത് ഫുള്ള് ഫൈബറിൽ ഉണ്ടാക്കുന്ന ഒരു ബോട്ടാണ്. ഫൈബറിലാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ പാസഞ്ചേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബോട്ട് നിർമ്മിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള ആ ഒരു ബോട്ടിൻ്റെ ഡിസൈനിങ് ഒന്നുമല്ല, ഇത് വേറൊരു പ്രത്യേക ഒരു ഡിസൈനിങ്ങിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിനെയോ അല്ലെങ്കിൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ബാക്ക് സൈഡിൽ നിന്നാണ് ചൂണ്ടയിടുന്നത്. അതാണ് ഇത്ര ഓപ്പൺ സ്പേസ് നിൽക്കുന്നത്. പിന്നെ മുകളിലാണ് ഇവരുടെ വീൽ ഹൗസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഡ്രൈവിംഗ് കൺട്രോൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ മുകളിലോട്ട് കയറാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ ബാക്ക് സൈഡിൽ നിന്നാണ് ഇവർ ചൂണ്ടയിടുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ഇത്ര ഓപ്പണായിട്ട് കിടക്കുന്നത്. പിന്നെ കിച്ചണുണ്ട്, അക്കോമഡേഷനുണ്ട്, ബാത്റൂമുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സെറ്റപ്പുണ്ട് ഈ ചെറിയ ബോട്ടിൽ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചെറിയ ബോട്ടാണെന്നാണ് തോന്നുന്നുള്ളൂ, പക്ഷേ ഒരുമാതിരി വലിപ്പമുള്ള ബോട്ടാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോട്ടാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ്, ചുറ്റും നിന്നുകൊണ്ടാണ് ഇവർ ചൂണ്ടയിടുന്നതാണ് ഈ ലക്ഷദ്വീപിൽ അവർ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ക്യാബിനുണ്ട്. ആ കളത്തിൽ കാണുന്നത് ക്യാബിനാണ്. ഐസ് നിറച്ചിട്ട് പിന്നെ അങ്ങനെ അതിൻ്റെ അകത്ത് മീൻ, ഫിഷ് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെയാണ് ഈ ക്യാബിനിലുള്ളത്. പിന്നെ അത്യാവശ്യം ഇത് മൊത്തം ഫൈബറിലാണ് സംഭവം ചെയ്തേക്കുന്നത്. നമ്മളുടെ ഇവിടുത്തെ പോലെ ഇരുമ്പലല്ല, ഇത് ഫുള്ള് ഗ്ലാസ് ഫൈബറിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒത്തിരി ദിവസം ഒരു വർഷത്തിന് മുകളിലെടുത്തെന്ന് പറഞ്ഞ് ഈ ബോട്ട് റെഡിയാക്കി എടുക്കാനും ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്യണം. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുവന്ന് പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നത്.